Recording in progress. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ഇൻസ്റ്റൻസസ് ആണ്. നമ്മൾ നേരത്തെ വീഡിയോയിൽ EC2 എന്താണെന്ന് പറഞ്ഞു, ഇലാസ്റ്റിക് കമ്പ്യൂട്ട് ക്ലൗഡ് എന്താണെന്ന് പറഞ്ഞു. ഇനി നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻസ്റ്റൻസസ് ആണ്. ഇനി ഈ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻസ്റ്റൻസസിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ എങ്ങനെയാണ് ഇൻസ്റ്റൻസിന് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇൻസ്റ്റൻസ് ആക്കി മാറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിപ്പെൻഡിങ് ഓൺ ദ കമ്പ്യൂട്ട് കപ്പാസിറ്റി, depending on the memory requirement for your application, depending on your storage requirement of your application, or depending on your network requirement of your application. ഇത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവും. നമ്മൾ വൺ ഓഫ് ദ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞത്, അതായത് എന്തുകൊണ്ടാണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് വന്നത്, അതിൻ്റെ നെസസിറ്റിയുടെ ബേസ് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കമ്പ്യൂട്ട്, മെമ്മറി, സ്റ്റോറേജ് ആൻഡ് നെറ്റ്വർക്കിംഗ് ഒപ്റ്റിമലി യൂസ് ചെയ്യാൻ, ആവശ്യത്തിന് വേണ്ടി മാത്രം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സൊല്യൂഷനാണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞത്. പണ്ട് ഇഫ് യു റിമെമ്പർ ദാറ്റ് വീഡിയോ വിച്ച് വി ടോക്ക്ഡ് അബൌട്ട്, അവിടെ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് വരുന്നതിന് മുമ്പ് ഒരു കപ്പാസിറ്റി പ്ലാനിങ് നടത്തും. എന്നിട്ട് ദ മാക്സിമം കപ്പാസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്ര റിസോഴ്സസ് ഓൾറെഡി വാങ്ങിച്ചിട്ട് കമ്പനികൾ അവരുടെ ഡാറ്റാ സെൻറ്ററിൽ വെക്കും. അതായിരുന്നു കമ്പനികൾ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് വരുന്നതിന് മുമ്പിൽ ചെയ്തത്. അപ്പോൾ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് വന്നതിന് ശേഷമുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. അതായത് കമ്പ്യൂട്ടർ ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും, മെമ്മറി ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും, സ്റ്റോറേജ്, ആവശ്യത്തിനുള്ള റിസോഴ്സുകൾ ക്ലൗഡിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മതി, ഇൻസ്റ്റെഡ് ഓഫ് ബൈയിങ് എ ഹ്യൂജ് എക്യുപ്മെൻറ്റ് ആൻഡ് ദെൻ കീപ്പിംഗ് ഇറ്റ് ഐഡിൽ. അതുകൊണ്ട് തന്നെ ഈ ഇൻസ്റ്റൻസ് ടൈപ്പ് രണ്ട് രീതിയിൽ ചെയ്യുന്നുണ്ട്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിസോഴ്സസിൻ്റെ ബേസിസിൽ, പിന്നെ ദ എമൗണ്ട് ഓഫ് റിസോഴ്സസ്, അതായത് എത്ര കമ്പ്യൂട്ടർ വേണം എത്ര മെമ്മറി വേണം എന്ന രീതിയിൽ ഈ EC2 ഇൻസ്റ്റൻസിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആദ്യം നമുക്ക് ഡിഫറെൻറ്റ് സൈസ് ഓഫ് ദ ഇൻസ്റ്റൻസ് എന്നുള്ളത് ഒന്ന്, പക്ഷെ സൈസ് ഓഫ് ദി ഇൻസ്റ്റൻസിലേക്ക് നമ്മൾ എത്താം. പക്ഷെ അതിന് മുമ്പിൽ എങ്ങനെയാണ് കമ്പ്യൂട്ടർ, മെമ്മറി, സ്റ്റോറേജ്, നെറ്റ്വർക്കിംഗ് എന്ന് വെച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ ഇൻസ്റ്റൻസുകൾ ഒപ്റ്റിമൈസ് ചെയ്തിട്ട് ഏതൊക്കെ കാറ്റഗറീസ് ആണ് ഉള്ളത് എന്നുള്ള കാര്യം ആദ്യം നമുക്ക് നോക്കാം. സോ സ്റ്റാർട്ടിങ് വിത്ത് കമ്പ്യൂട്ട്, സ്റ്റാർട്ടിങ് വിത്ത് കമ്പ്യൂട്ടർ അല്ല, സ്റ്റാർട്ടിങ് വിത്ത് വൺ ഓഫ് ദി ഇൻസ്റ്റൻസ് ടൈപ്പ് വിച്ച് വി കോൾ ആസ് ജനറൽ പർപ്പസ്. ജനറൽ പർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാറ്റഗറിയാണ് ഞാൻ പറയുന്നത്. അത് ടൈപ്സ് ഓഫ് ഇൻസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ കാറ്റഗറി ഓഫ് ഇൻസ്റ്റൻസസ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. ഓക്കെ, കാറ്റഗറി ഓഫ് ഇൻസ്റ്റൻസസ്. അതിൽ ആദ്യത്തേത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറൽ പർപ്പസ് എന്നാണ് ഇതിന് പറയുന്നത്. ജനറൽ പർപ്പസ്. ഈ ജനറൽ പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇനഫ് ഓഫ് കമ്പ്യൂട്ട് ഉണ്ടാവും, ഇനഫ് ഓഫ് സ്റ്റോറേജ് ഉണ്ടാവും, ഇനഫ് ഓഫ് നെറ്റ്വർക്കിംഗ് ഉണ്ടാവും, എല്ലാത്തിൻ്റെയും ഒരു ബാലൻസ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ, ഇത് യൂഷ്വലി യൂസ്ഫുൾ ആവുക എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തു, നിങ്ങൾക്ക് അറിയില്ല എത്രമാത്രമാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. സോ ദിസ് മേ ബി എ റൈറ്റ് പ്ലേസ് വെർ യു ക്യാൻ ആക്ച്വലി ഗോ ആൻഡ് സ്റ്റാർട്ട്. അതായത് നിങ്ങൾക്ക് ഒരു ജനറൽ പർപ്പസ് കാറ്റഗറിയിൽ നിന്ന് നിങ്ങളുടെ ഇൻസ്റ്റൻസിന് എടുക്കുകയാണെങ്കിൽ, അതിൻ്റെ എല്ലാം ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ ആയിരിക്കും അതിനകത്ത് ഉണ്ടാവുക. കമ്പ്യൂട്ടർ ഉണ്ടാവും, സ്റ്റോറേജ് ഉണ്ടാവും, മെമ്മറി ഉണ്ടാവും, ഓൾസോ നെറ്റ്വർക്കിംഗ് നീഡ്സ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു വെബ് സർവീസ് റൺ ചെയ്യുകയാണ്, അതിനൊക്കെ ഒരു ജനറൽ പർപ്പസ് ഇൻസ്റ്റൻസ് ഈസ് മച്ച് അഡ്വൈസബിൾ, റൈറ്റ്? വേറെ ഒന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ട് ഒപ്റ്റിമൈസ്ഡ് എന്ന് പറയുന്ന വേറൊരു കാറ്റഗറിയാണ്. കമ്പ്യൂട്ട് ഒപ്റ്റിമൈസ്ഡ്, അഗൈൻ ആസ് ദ നെയിം സജസ്റ്റ്, ഇതിൽ ഇത് ഇങ്ങനത്തെ ടൈപ്പ്, ഈ കാറ്റഗറി ഓഫ് ഇൻസ്റ്റൻസുകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, കമ്പ്യൂട്ട്, അതായത് കമ്പ്യൂട്ടേഷൻ, the CPUs, right, that will be kind of optimized. ഇത് യൂഷ്വലി യൂസ് ചെയ്ത് എവിടെയാണെന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ മെഷീൻ ലേണിങ്ങിന് വേണ്ടിയിട്ട് they require high compute. മെഷീൻ ലേണിംഗ് അൽഗോരിതം റൺ ചെയ്യാൻ വേണ്ടിയിട്ടും അതിനൊക്കെ it requires a very high compute. സയൻറ്റിഫിക് മോഡലുകൾക്ക് വേണ്ടിയിട്ട്, അതേപോലെ ഗെയിമിംഗ് സെർവേഴ്സിനൊക്കെ വെരി ഹൈ കമ്പ്യൂട്ടർ വേണം, ഫാസ്റ്റ് കമ്പ്യൂട്ടർ വേണം. അപ്പോൾ അങ്ങനത്തെ ചില ആപ്ലിക്കേഷൻസ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്. കമ്പ്യൂട്ടർ വളരെയധികം യൂസ്ഫുൾ, വളരെയധികം പ്രയോറിറ്റൈസ്ഡ് ആയിട്ടുള്ള
ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നതെങ്കിൽ കമ്പ്യൂട്ട് ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള റിസോഴ്സുകൾ നിങ്ങൾ ഉപയോഗിക്കാം. തെറ്റിദ്ധരിക്കരുത്, വി നീഡ് കമ്പ്യൂട്ട്, വി നീഡ് മെമ്മറി, വി നീഡ് സ്റ്റോറേജ്, വി നീഡ് നെറ്റ്വർക്കിംഗ്. ഏത് ആപ്ലിക്കേഷൻ ആയാലും ഇത് 4 വേണം. പക്ഷേ ഏതാണ് കൂടുതൽ വേണ്ടതെന്നനുസരിച്ചിട്ട് ഈ റിസോഴ്സ്, ഈ കാറ്റഗറി ഓഫ് റിസോഴ്സസ്, കാറ്റഗറി ഓഫ് ഇൻസ്റ്റൻസസ് നിങ്ങൾ യൂസ് ചെയ്യും. ഈ കമ്പ്യൂട്ട് ഒപ്റ്റിമൈസ്ഡിനകത്തും യു വിൽ ഹാവ് നെറ്റ്വർക്കിംഗ്, വിൽ ഹാവ് സ്റ്റോറേജ്, യു വിൽ ഹാവ് എവറിത്തിങ്, ബട്ട് ഇറ്റ് ഈസ് ഒപ്റ്റിമൈസ്ഡ് ഫോർ കമ്പ്യൂട്ടിംഗ് എന്നുള്ളതാണ് മേജർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം. പിന്നെ കമ്പ്യൂട്ടർ ഒപ്റ്റിമൈസ്ഡ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെമ്മറി ഒപ്റ്റിമൈസ്ഡ് എന്നതാണ്. അഗൈൻ പേരിൽ നിന്ന് തന്നെ അത് വ്യക്തമാണ് എന്താണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത്. മെമ്മറി ഒപ്റ്റിമൈസ്ഡ്, റൈറ്റ്? മെമ്മറി ഒപ്റ്റിമൈസ്ഡിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഗെയിൻ ദ മെമ്മറി വിൽ ബി ഒപ്റ്റിമൈസ്ഡ്. അതായത് റണ്ണിങ് മെമ്മറി, ഇത് റാൻഡം ആക്സസ് മെമ്മറിയിൽ അത് ചില ആപ്ലിക്കേഷൻസിന് ഒരുപാട് ഡാറ്റ റാൻഡം ആക്സസ് മെമ്മറിയിൽ ലോഡ് ചെയ്തതിന് ശേഷം അതിനെ പ്രോസസ്സ് ചെയ്യേണ്ട ചില ആപ്ലിക്കേഷൻസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ലാർജ് ഡാറ്റ സെറ്റ് പ്രോസസ്സ് ചെയ്യുന്നതാണെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ഒരു ഡാറ്റ അനാലിറ്റിക്സ് അല്ലെങ്കിൽ ഡാറ്റാ ബേസിനകത്ത് കയറിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണെന്ന് വിചാരിച്ചു. അപ്പോൾ ഇങ്ങനത്തെ ആപ്ലിക്കേഷനുകൾക്ക് എനിക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു മെമ്മറി ഹെവി വർക്ക് ലോഡാണ് വേണ്ടത്, മെമ്മറി ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള വർക്ക് ലോഡാണ് വേണ്ടത്. അപ്പോൾ അങ്ങനത്തെ ആപ്ലിക്കേഷൻസ് ആണ് നിങ്ങൾക്കുള്ളത് എങ്കിൽ then you probably need a memory optimized instance. 4ാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിലറേറ്റഡ് കമ്പ്യൂട്ടിംഗ് എന്നാണ് ഇത് പറയുന്നത്. ആക്സിലറേറ്റഡ് കമ്പ്യൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം GPU എന്ന് പറയുന്ന വേർഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതായത് വെരി ഫാസ്റ്റ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതും എന്താ പറയുക, കമ്പ്യൂട്ടർ ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഹാർഡ്വെയറിലാണ് ഒപ്റ്റിമൈസ് ചെയ്തിരിക്കുന്നത്. ഹാർഡ്വെയർ ഇപ്പോൾ സോഫ്റ്റ്വെയറിലാണെങ്കിൽ ഇപ്പം പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെറ്റ്വർക്കിംഗ് പഠിക്കുന്ന സമയത്ത് നമുക്ക് ഇതിനെപ്പറ്റി പഠിക്കാം. ചില സ്വിച്ചുകളൊക്കെ പ്രോസസ്സ് ചെയ്യുന്നത് ഹാർഡ്വെയറിലാണ്, ASIC-ലാണ് പ്രോസസ്സ് ചെയ്യുന്നത് റാദർ ദാൻ സോഫ്റ്റ്വെയറിൽ. അപ്പോൾ ഹാർഡ്വെയറിൽ നമ്മൾ ചില പ്രോസസ്സുകൾ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത്, ഹാർഡ്വെയറിൽ ഓഫ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കമ്പ്യൂട്ടർ വളരെയധികം ആക്സലറേറ്റഡ് ആവും. അതുകൊണ്ടാണ് ആക്സലറേറ്റഡ് കമ്പ്യൂട്ട് എന്ന് പറയുന്നത്. അത് ഹാർഡ്വെയർ ഒപ്റ്റിമൈസ്ഡ് ആണ്. എക്സാമ്പിൾ GPU റൺ ചെയ്യേണ്ട കേസുകളിൽ, അല്ലെങ്കിൽ ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് കാൽക്കുലേഷൻ ചെയ്യുകയാണെങ്കിൽ, ഗ്രാഫിക് പ്രോസസ്സിങ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈവൻ മെഷീൻ ലേണിങ്ങിനും ആക്സലറേറ്റഡ് കമ്പ്യൂട്ടർ പോലത്തെ കാറ്റഗറീസിലുള്ള ഇൻസ്റ്റൻസുകളായിരിക്കും നിങ്ങൾക്ക് യൂസ് ചെയ്യുക. അഗൈൻ ഡിപ്പെൻഡിങ് ഓൺ യുവർ ആപ്ലിക്കേഷൻ, ഇഫ് ഇറ്റ് റിക്വയർസ് അറ്റ് എ ഹാർഡ്വെയർ ലെവൽ ആക്സലറേഷൻ നിങ്ങൾക്കത് യൂസ് ചെയ്യാം. ആൻഡ് ഫൈനലി 5th കാറ്റഗറി എന്ന് പറഞ്ഞാൽ സ്റ്റോറേജ് ഒപ്റ്റിമൈസ്ഡ് ആണ്. ഈ സ്റ്റോറേജ് ഒപ്റ്റിമൈസ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഡാറ്റ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് റീഡ് ചെയ്ത് കാൽക്കുലേഷൻ നടത്തി ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് നടത്താനുള്ള തരത്തിലുള്ള ഒരു സാധനം വേണമെങ്കിൽ അതാണ് ഇവിടെ നമ്മൾ സ്റ്റോറേജ് ഒപ്റ്റിമൈസ്ഡ് ആയിട്ട് പറയുന്ന ഇൻസ്റ്റൻസുകൾ. അപ്പോൾ ഒരുപാട് ഡാറ്റ ഉണ്ടാവും, നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, ലോക്കലായിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് വലിയ ലാർജ് ഡാറ്റാബേസ് ആയിരിക്കും അതിനകത്ത്, അല്ലെങ്കിൽ ഡാറ്റ വെയർഹൗസിങ് പോലത്തെ പ്രൊജക്റ്റുകളായിരിക്കും. അങ്ങനെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഇൻറ്റൻസ് ആയിട്ടുള്ള ഡാറ്റാബേസ് റീഡ് ചെയ്യുക റൈറ്റ് ചെയ്യുക അങ്ങനത്തെ ഒരു റിക്വയർമെൻ്റ് ഉള്ള ഒരു ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് ഉള്ളത് എങ്കിൽ യു ക്യാൻ ആക്ച്വലി യൂസ് ദാറ്റ്. നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, എന്തിന് ഞാൻ ഈ ജനറൽ പർപ്പസിന് പോകണം, വൈ കാൻഡ് ഐ ഡയറക്ട്ലി ഗോ ഫോർ ആൻ ആക്സിലറേറ്റഡ് കമ്പ്യൂട്ട്? കാരണം ബിക്കോസ് ആക്സിലറേറ്റഡ് കമ്പ്യൂട്ടറിൽ ഡെഫിനറ്റ്ലി കമ്പ്യൂട്ടർ കൂടുതലുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ഇൻസ്റ്റൻസുകളിലും നിങ്ങൾക്ക് CPU ഉണ്ട്, മെമ്മറി ഉണ്ട്, സ്റ്റോറേജ് ഉണ്ട്, നെറ്റ്വർക്കിംഗ് ഉണ്ട്. ദെൻ വൈ കാൻഡ് ഐ ഡയറക്ട്ലി ഗോ ഫോർ ദിസ് വൺ ഇൻസ്റ്റെഡ് ഓഫ് ഗോയിങ് ഫോർ ജനറൽ പർപ്പസ് വൺ? ദാറ്റ് ഈസ് വെയർ ദ കോസ്റ്റ് കംസ് ഇൻ ടു പിക്ചർ. നിങ്ങൾ ഇത് ഓരോ ടൈപ്പ് ഇൻസ്റ്റൻസുകൾ എടുക്കുമ്പോഴും ദർ ഈസ് എ ഡിഫറൻസ് ഇൻ ദ കോസ്റ്റ്. അപ്പോൾ നിങ്ങളുടെ ബിസിനസ് എത്രമാത്രം പൈസ ഉണ്ടാക്കുന്നുവോ ആ വൺ ഫാക്ടർ ഈസ് ബിസിനസ് എത്ര പൈസ ഉണ്ടാക്കുന്നു അതിനനുസരിച്ച് നിങ്ങൾക്ക് ആക്ച്വലി യൂസ് ചെയ്യാം. സെക്കൻഡ്ലി, നമ്മളൊരു ബിസിനസ് റൺ ചെയ്യുന്ന സമയത്ത് ദർ ഈസ് സംതിങ് കോൾഡ് ആൻ ഓപ്പറേഷണൽ കോസ്റ്റ്, റൈറ്റ്? ആ ഓപ്പറേഷണൽ കോസ്റ്റ് എന്ന് പറയുന്ന സാധനം ഒപ്റ്റിമൈസ് ചെയ്യുന്ന ബിസിനസ്സുകളാണ് എപ്പോഴും വിജയിക്കുക. അപ്പോൾ റൈറ്റ് ടൈപ്പ് ഓഫ് ഇൻസ്റ്റൻസുകൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ യുവർ ഓപ്പറേഷണൽ കോസ്റ്റ് വിൽ ബി എഫിഷ്യൻറ്റ്. കാരണം ലെറ്റ്സ് ഒരു വെബ് സർവീസ് റൺ ചെയ്യണം, ആക്സിലറേറ്റഡ് കമ്പ്യൂട്ട് ഉള്ള ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റൻസ് എടുത്തു കഴിഞ്ഞാൽ വെബ് സർവീസ് റണ്ണാവും, ഫാസ്റ്റായിട്ട് റണ്ണാവും, പക്ഷേ അതിനനുസരിച്ച് യു വിൽ ഹാവ് ടു പേ ദ കോസ്റ്റ് ഓൾസോ. സോ അപ്പോൾ അത് ജനറലായിട്ട് ഉണ്ടാകുന്നൊരു കൺഫ്യൂഷനാണ്, വൈ ഷുഡ് ഐ ഗോ ഫോർ എ ജനറൽ പർപ്പസ് വേഴ്സസ്
സംതിങ് വിച്ച് ഈസ് ആക്ച്വലി ഓപ്റ്റിമൈസ്ഡ്. അതിൻ്റെ റീസൺ ഇതാണ്, ഇറ്റ് ഹാസ് ബീൻ ബിൽഡ്. കാരണം ഓവർ എ പീരീഡ് ഓഫ് ടൈം നമുക്കിപ്പോൾ ഒരുപാട് വർഷത്തെ ഹിസ്റ്ററിയിൽ നമ്മൾ ഓരോ ടൈപ്പ് ഓഫ് ആപ്ലിക്കേഷൻ കണ്ടുപിടിച്ചതിൻ്റെ മനസ്സിലാക്കിയതിന് ശേഷം ഉണ്ടാക്കിയിട്ടുള്ള ചില കാറ്റഗറീസാണിത്. ഓൾമോസ്റ്റ് ഓൾ ആപ്ലിക്കേഷൻ കംസ് ഇൻ വൺ ഓഫ് ദീസ് കാറ്റഗറീസ്. ചിലതിന് കമ്പ്യൂട്ടർ കൂടുതൽ വേണം, ചിലതിന് റാൻഡം ആക്സസ് മെമ്മറിയിൽ റണ്ണിങ് മെമ്മറിയിൽ കുറേ ഡാറ്റ വേണം പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, ചിലതിന് ഹാർഡ്വെയർ ലെവൽ ആക്സിലറേഷൻ വേണം, കൈൻഡ് ഓഫ് GPU എക്സെട്ര. ചിലതിന് ഡാറ്റാബേസ് റീഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് IO ഓപ്പറേഷൻസ് വളരെ ഫാസ്റ്റ് ആയിട്ടുള്ളതിന് വേണം, അതാണ് സ്റ്റോറേജ് ഒപ്റ്റിമൈസ്ഡ്. അപ്പോൾ ഡിപ്പെൻഡിങ് ഓൺ വാട്ട് യുവർ ബിസിനസ് നീഡ്സ് ഈസ്, ഡിപ്പെൻഡിങ് ഓൺ വാട്ട് യുവർ ആപ്ലിക്കേഷൻ ഈസ് designed to do, you will have to pick the right category of instance. ഇത് കാറ്റഗറി ഓഫ് ഇൻസ്റ്റൻസ്. ഇതിന് പുറമെ വേറൊരു സംഭവം കൂടിയുണ്ട്. ഇപ്പം ജനറൽ പർപ്പസിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ജനറൽ പർപ്പസ് ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത് ചിലപ്പം ഇനീഷ്യലി 2 CPU ആയിരിക്കും. ഓക്കെ, ആൻഡ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഈവൻ നിങ്ങൾക്ക് പറയാം ജനറൽ പർപ്പസിൽ എനിക്ക് 2 CPU പോലെ എനിക്ക് 8 core CPU വേണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. സിമിലർലി ഫോർ ഓൾ അതർ ഇൻസ്റ്റൻസ് ഓൾസോ. സോ വൺ വേ ഓഫ് finding out different types of instances is on the category of instances. Another is based on the volume or capacity or the size, you can say, right? Volume or size of the the size of the resources in the instances. അപ്പോൾ ഈ രണ്ട് രീതിയിൽ നമുക്ക് ഇൻസ്റ്റൻസുകളെ ഡിസൈഡ് ചെയ്യാൻ പറ്റും, ഡിസൈൻ ചെയ്യാൻ പറ്റും. ഇനി അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ലെറ്റ്സ് സേ നിങ്ങൾ ജനറൽ പർപ്പസ് യൂസ് ചെയ്തു, ഇനീഷ്യലി 2 CPU മതി എന്ന് നോക്കി, അത് കഴിഞ്ഞ് ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വെബ് സർവീസിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ഒരുപാട് റിക്വസ്റ്റ് കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ ആപ്ലിക്കേഷനകത്ത്. ഫ്രം 2 CPU you can easily jump to, let's say, I want additional 4 CPU, so that makes a 6 core CPU that you can do. Memory add ചെയ്യണം, easily memory add ചെയ്യാൻ പറ്റും. So those flexibility still remains, but for a starting point you can actually pick one of them depending on your application, depending on the business needs that you have, depending on how much your CFO, your chief financial officer says that this much amount of money is actually set aside for these operations. Depending on all those business needs and application requirement, you choose either application and either instance ആണ് നിങ്ങൾക്ക് വേണ്ടതുള്ളത്. Okay, so once more, there are 5 types of instances. We call 5 types of 5 categories of EC2 instances. One is general purpose, which is like a mix of a very fine balance of compute, storage, networking. അതിനെയാണ് general purpose എന്ന് പറയുന്നത്. Compute optimized എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ high compute വളരെയധികം വേണ്ട സിസ്റ്റംസ്, ഫോർ എക്സാമ്പിൾ മെഷീൻ ലേണിംഗ് മോഡൽ റൺ ചെയ്യാൻ ഈസ് എൻ എക്സാമ്പിൾ ഫോർ കമ്പ്യൂട്ട് ഒപ്റ്റിമൈസ്. ഇറ്റ്സ് ആക്ച്വലി ഒപ്റ്റിമൈസ് ഫോർ കമ്പ്യൂട്ട്. മെമ്മറി ഒപ്റ്റിമൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റാൻഡം ആക്സസ് മെമ്മറിയിൽ അല്ലെങ്കിൽ റണ്ണിങ് മെമ്മറിയിൽ നിങ്ങൾക്ക് ഒരുപാട് ഡാറ്റ ലോഡ് ചെയ്യേണ്ട ടൈപ്പ് ആപ്ലിക്കേഷൻസ് ആണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻസ് എങ്കിൽ അഗൈൻ വി വിൽ യൂസ് ഫോർ മെമ്മറി ഒപ്റ്റിമൈസ്. ഹാർഡ്വെയർ ലെവൽ ആക്സിലറേറ്റഡ് കമ്പ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർഡ്വെയർ ലെവൽ സ്പീഡുള്ള GPU ഫോർ എക്സാമ്പിൾ, അല്ലെങ്കിൽ അഗൈൻ ഹൈ ഇൻറ്റൻസ് മെഷീൻ ലേണിംഗ് മോഡൽ റൺ ചെയ്യാനുള്ളത്, ഡാറ്റ പ്രോസസ്സിങ് ചെയ്യാനുള്ളത്, അങ്ങനത്തെ കേസുകളിൽ സയൻറ്റിഫിക് മോഡലിംഗ് റൺ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആണെങ്കിൽ ആക്സിലറേറ്റഡ് കമ്പ്യൂട്ടുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. സ്റ്റോറേജ് ഒപ്റ്റിമൈസ്ഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡാറ്റാബേസ് ഉണ്ട്, ഒരു സ്റ്റോറേജ് ഉണ്ട്, ഒരു ലോക്കൽ സ്റ്റോറേജിനകത്ത് നിങ്ങൾക്ക് യു വാണ്ട് ടു ഹാവ് എ ഫാസ്റ്റ് ഇൻപുട്ട് ഔട്ട്പുട്ട്, ഫാസ്റ്റ് റീഡ് റൈറ്റ് പ്രോസസ്സ് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ that is where you use the storage optimized. So these are the 5 categories of instances that you need to know in AWS. Hope this is helpful.